പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും വിടുതലും ആയി തീരട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഞാൻ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ നിലവിളിക്കുമ്പോൾ ആരും കേൾക്കുന്നില്ല, ദൈവം അറിയുന്നില്ല എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ നിലവിളി കണ്ട് മറ്റുള്ളവർ നമ്മെ പുച്ഛിക്കാറുണ്ട്, നിന്ദിക്കാറുണ്ട്, അപവാദങ്ങൾ പറയാറുണ്ട്. ഇവർക്ക് ഇത്രയും വന്നാൽ പോരാ, ഇതിലും അപ്പുറം വരണമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇവരുടെ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവം ഹൃദയ മുറുക്കത്തോടെ നിലവിളിക്കുന്ന ദൈവ പൈതലിന് മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തിരുവചന വേദഭാഗം വായിക്കുമ്പോൾ ആ നിലവിളിച്ചവന്റെ മുമ്പിൽ തന്നെ നിന്ന് ശാസിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെയാണ് മാനുഷികമായി നമ്മുടെ സമൂഹത്തിന്റെ നടുവിൽ നാം അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ നിലവിളി കാണുമ്പോൾ, നമ്മുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പലരും നമ്മെ പുച്ഛിച്ച് തള്ളി അപവാദങ്ങൾ പറഞ്ഞ് ഒതുക്കിക്കളയാൻ പദ്ധതി ഒരുക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലെ നിലവിളി പാഴായി പോകത്തില്ല. ആ ദൈവ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുക തന്നെ ചെയ്യും. അതിനാധാരമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. മത്തായി സുവിശേഷം 20-ാം അധ്യായം 29-30 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ യെരീഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിന്റെ സന്നിധിയിൽ വഴിയരികിൽ ഇരുന്ന് നിലവിളിക്കുന്ന 2 പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ യേശുവിന്റെ കൂടെ യാത്രാവേളയിൽ അവിടെ നമ്മൾ ആദ്യം വായിച്ചു, വലിയൊരു പുരുഷാരമുണ്ട്. ഈ പുരുഷാരം എന്ന് പറയുന്നത് യേശുവിന്റെ കൂടെയാണ് യാത്ര. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, യേശുവിന്റെ കൂടെയാണ് ഇവരുടെ യാത്രയെങ്കിലും ഇവർക്ക് ഉള്ളിൽ കാഴ്ചപ്പാടില്ല. അവൻ യേശുവിന്റെ കൂടെയുള്ള യാത്രയാണെങ്കിലും അവരുടെ ഉള്ളിൽ കാഴ്ചപ്പാടില്ലാത്ത ഒരു കൂട്ടം ജനമാണ് യേശുവിന്റെ കൂടെ നടക്കുന്നത്. ഇന്ന് നമുക്ക് മാനുഷികമായി ഒന്ന് പുറമോട്ട് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാലും യേശുവിന്റെ പേര് പറഞ്ഞ് നടക്കുന്നു എങ്കിലും അവരുടെ ഉള്ളിൽ എന്തോ ഇല്ല, കാഴ്ചപ്പാടില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള മനുഷ്യനോട് ദയയോ അലുവോ മനസ്സലിവോ ഇല്ലാത്ത ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്നും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാഴ്ചപ്പാടില്ലാത്ത ഒരു കൂട്ടം ജനം യേശുക്രിസ്തുവിന്റെ പിന്നാലെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാഴ്ചപ്പാടോടെ നിലവിളിച്ച 2 പേരെ നോക്കിയിട്ട് കാഴ്ചപ്പാടുള്ളവർ പറയുകയാണ്, മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചു. കാഴ്ചപ്പാടുണ്ടായിരുന്നു എങ്കിൽ വേദന അനുഭവിക്കുന്നവന്റെ വേദനയുടെ നടുവിൽ അവർ നിന്ന് അവർക്ക് വേണ്ടി വേണ്ട കൈത്താങ്ങൽ ചെയ്യുമായിരുന്നു. ഇന്ന് പലപ്പോഴും നമുക്ക് അങ്ങനെയല്ലേ കാണാൻ കഴിയുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് മറ്റുള്ളവർ ദുർവിനിയോഗം ചെയ്യുമ്പോൾ, കാഴ്ചപ്പാടുണ്ട് എന്ന് പറയുമ്പോൾ കാഴ്ചപ്പാടില്ലാത്ത ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു കൂട്ടം പുരുഷാരം ആമേൻ നിലവിളിക്കുന്ന കുരുടന്മാരുടെ മുമ്പിൽ നിന്നിട്ട് അവരെ ശാസിച്ചു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
ഇങ്ങനെയല്ലേ പലപ്പോഴും നമ്മുടെ നിലവിളിയുടെ മുമ്പിലും ശാസിക്കാറില്ലേ? എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഒന്നും ലഭിക്കാൻ പോകുന്നില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല, നിന്റെ ഒന്നും നിലവിളി ദൈവം കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് കാഴ്ചപ്പാടുണ്ടെന്ന് പറയുന്നവർ നമ്മുടെ മുഖത്ത് നോക്കി നമ്മെ ശാസിക്കുമ്പോൾ, നമ്മെ പുച്ഛിക്കുമ്പോൾ, സർവശക്തനായ ദൈവം പറയുന്നത്, കാഴ്ചപ്പാടോടെ നിലവിളിക്കുന്ന ദൈവ പൈതലെ, നിന്റെ നിലവിളിയുടെ മുമ്പിൽ മറികടന്നു പോകുന്നവനല്ല ഞാൻ സേവിക്കുന്ന ദൈവം. പലരുടെയും കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട, കാഴ്ചപ്പാടുള്ളവനെ തകർക്കാൻ പദ്ധതി ഒരുക്കുമ്പോൾ, ഉടച്ചു കളയാൻ പദ്ധതി ഒരുക്കുമ്പോൾ, കാഴ്ചപ്പാടുള്ളവന്റെ നിലവിളിയുടെ മുമ്പിൽ ദൈവം നിന്ന് അവന് വേണ്ട ഉത്തരം കൊടുക്കുവാൻ തക്കവണ്ണം ആയിത്തീരും. പലരും കൂടെ നടന്നവർ പലരും കാഴ്ചപ്പാടില്ലായിരുന്നു എന്ന് പറയാൻ കാരണം അതിന് താഴോട്ട് വായിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ടവൻ നിലവിളിച്ചത് കാഴ്ചപ്പാടോടുകൂടിയാണ്. അവന്റെ ആവശ്യം എന്ന് പറയുന്നത് കാഴ്ച ലഭിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആത്മീകമായി ചിന്തിപ്പിച്ച ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ളവനെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട്, മറ്റുള്ളവന്റെ വേദന എന്താണെന്ന് അറിയാനുള്ള ഒരു കാഴ്ചപ്പാട്, മറ്റുള്ളവന്റെ പ്രയാസം എന്താണെന്ന് അറിയാനുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് നൽകിത്തരണം, കാഴ്ച നൽകിത്തരണം. സമ്പാദ്യം ചോദിക്കാമായിരുന്നു, പണം ചോദിക്കാമായിരുന്നു, കൊട്ടാരം ചോദിക്കാമായിരുന്നു, കോടികൾ ചോദിക്കാമായിരുന്നു. പക്ഷെ ഇവർക്ക് അതൊന്നുമല്ല ആവശ്യമെന്ന് പറയുന്നത്. കാഴ്ചപ്പാടില്ലാത്ത ഒരു കൂട്ടം ജനം യേശുവിന്റെ പേര് പറഞ്ഞ് യേശുവിന്റെ പിന്നാലെ നടക്കുമ്പോൾ അതിന്റെ നടുവിൽ കാഴ്ചപ്പാട് ഉള്ളവരായി നടക്കാൻ ഒരു ദൈവകൃപ നൽകി തരണമേ എന്ന് ഈ കുരുടന്മാർ നിലവിളിക്കുവാനിടയായി തീർന്നു. അവരുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ ദൈവം അവരുടെ നിലവിളിയുടെ മുമ്പിൽ നിന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേ, കർത്താവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. യേശു നിന്ന് അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആമേൻ നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണമെന്ന് അവർ പറഞ്ഞു. ഇന്ന് വരെ സമൂഹത്തിന്റെ നടുവിൽ കാഴ്ചപ്പാടോടെ നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്കൊന്ന് കണ്ണു തുറന്നു കിട്ടണം. എന്തിനാ? ആമേ, കാഴ്ച നഷ്ടപ്പെട്ട, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനമുണ്ട്. ആമേൻ, അവരെ കണ്ട് കൈത്താങ്ങൽ കൊടുക്കാനുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരപ്പെടുമാറാകണമേ എന്ന് അവർ നിലവിളിക്കുവാനിടയായി തീർന്നു. ആ നിലവിളിയുടെ ഉദ്ദേശം മനസ്സിലാക്കിയ ദൈവം അവർക്ക് കണ്ണ് തുറന്നു കൊടുക്കുവാൻ, അവരുടെ കാഴ്ച തുറന്നു കൊടുക്കുവാൻ അമ്മയിനിടയായിട്ടു. അതിന്റെ 34-ാമത്തെ വാക്യം ഞാൻ പറയുന്നു, യേശു മനസ്സരിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. ഇത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? കാഴ്ചപ്പാടില്ലാത്ത ഒരു കൂട്ടം ജനം യേശുവിന്റെ പിന്നാലെ കടന്നു വരുമ്പോൾ കാഴ്ചപ്പാടുള്ളവൻ വഴിയരികിൽ ഇരുന്ന് നിലവിളിച്ചു, കർത്താവേ, ആമേൻ, സമൂഹത്തെ കാണാൻ കരുതാനുള്ള കാഴ്ചപ്പാട് ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് നിലവിളിച്ച കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത് യേശുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പേർക്ക് മനസ്സിലാകുന്നു? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാല ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നത് നിലവിളി കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചപ്പാടോടെ നിലനിൽക്കാനാണോ നീ നിലവിളിക്കുന്നത്? മറ്റുള്ളവരെ കരുതുവാനാണോ നീ നിലവിളിക്കുന്നത്? അവരുടെ ബുദ്ധിമുട്ട്, മറ്റുള്ളവരുടെ പ്രയാസം കണ്ട് അവരെ മാറോട് ചേർത്തണയ്ക്കാനാണോ നീ ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം മറികടന്ന് പോകുന്നവനല്ല. നിന്റെ നിലവിളി കണ്ട് ദൈവം അവിടെ നിന്ന് നിനക്ക് കാഴ്ചപ്പാടിനെ നൽകി തരുന്ന ദൈവമാണ്. ആ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അന്ത്യകാലം സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ സ്വസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകട്ടെ. കാഴ്ചപ്പാടില്ലാത്ത ഒരു കൂട്ടം ജനത്തിന് നടുവിൽ കാഴ്ചപ്പാടുള്ളവരായി നിന്നുകൊണ്ട് പ്രത്യാശയിൽ അന്ത്യം വരെ പൊരുതാൻ ദൈവം എന്റെ മേലൊരു കാഴ്ചപ്പാടിന്റെ അനുഭവത്തെ പകരണമേ എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ കാഴ്ചപ്പാടിൽ നിൽക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.